കോമിക്സ് ചിത്രകഥകൾ എങ്ങനെ ഫിലിം മേക്കിങ്ങിൽ കഥയുണ്ടാക്കുന്ന കാര്യത്തിൽ, സീനുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആൾക്കാർക്ക് ഇൻസ്പിറേഷനായി എന്നുള്ളതിനെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2005 ഒരു പടം, ഒരു മലയാള പടത്തിൻ്റെ പരസ്യകല ചെയ്യാനായിട്ട് എൻ്റെ വരുവാണ്. എന്നെ വിളിക്കുന്നത് ഡെന്നീസ് ജോസഫാണ്. ന്യൂഡൽഹി, രാജാവിൻ്റെ മകൻ, നിറക്കൂട്ട്, മനുവങ്കിള്, അഥർവം, ആകാശദൂത് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ്, സംവിധായകനുമാണ് ഡെന്നീസ് ജോസഫ്. അടുത്ത കാലത്ത് 3 വർഷം മുമ്പ് മരിച്ചുപോയി. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഡെന്നീസ് എന്നെ വിളിച്ചിട്ട് ഈ പടത്തിൻ്റെ, ഡെന്നീസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ പേര് തസ്കരവീരൻ എന്നാണ്. 2005 വന്ന പടമാണ്. അപ്പോൾ അതിൻ്റെ പരസ്യം ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. വിന്ധ്യൻ, അത് അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. വിന്ധ്യൻ പ്രൊഡ്യൂസ് ചെയ്ത് പ്രമോദ് പപ്പനാണ് സംവിധായകർ. അവർ സംവിധാനം ചെയ്തിരിക്കുന്ന 2 ചേട്ടാനിയന്മാരാണ്. അവരാണ് ആ പടം സംവിധാനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരസ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡെന്നീസ് എന്നെ വിളിക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ ഇതിൻ്റെ കഥ എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യം ഡെന്നീസിൻ്റെ ഒക്കെ ചോദിച്ചു, എന്താണ് അതിൻ്റെ കഥ, എന്താ സബ്ജക്റ്റ്, എന്താ. മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി, പിന്നെ നയൻതാരയുണ്ട്, മധുസാറുണ്ട്, രാജൻ പി ദേവ്, പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഷീല, പ്രശസ്ത അഭിനേത്രി ഷീല അഭിനയിക്കാനായിട്ട് വീണ്ടും ഇടയ്ക്ക് വന്ന പടമാണ്. സത്യനന്ദിക്കാടിൻ്റെ ഒരു പടം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ തസ്കരവീരൻ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ എന്താണ് ഇതിൻ്റെ കഥയെന്ന് ചോദിച്ചപ്പോൾ ഡെന്നീസ് പറഞ്ഞു, എടാ അത് നമ്മുടെ പഴയ മാൻഡ്രേക്കില്ലേ, മാൻഡ്രേക്കാണ് കഥ എന്ന് പറഞ്ഞു. അപ്പോൾ മാൻഡ്രേക്കിൻ്റെ എന്ത് കഥയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, എടാ അതാ ക്ലേ ക്യാമലില്ലേ, ക്ലേ ക്യാമൽ, അതാണ് സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംഭവം പിടികിട്ടി. ഈ ക്ലേ ക്യാമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ അത് ആരാണ് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട്, ഞാൻ ഡെന്നീസൊക്കെ വളരെ ചെറുപ്പം തുടങ്ങി ചിത്രകഥകൾ, കോമിക്സ് വളരെ വായിച്ച് വരുന്നൊരു ശീലം, വായിച്ച് വളർന്നൊരു ശീലം, അങ്ങനെ ഒരു ഞങ്ങൾക്കുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. ക്ലേ ക്യാമൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരിയായിട്ടുള്ള, കുറച്ച് പൊങ്ങച്ചക്കാരനായിട്ടുള്ള, വളരെ സമർത്ഥനായിട്ടുള്ളൊരു കള്ളനാണ്. മാൻഡ്രേക്ക് ദ മജീഷ്യൻ, മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞ കോമിക്സിൽ ചിത്രകഥാരൂപത്തിൽ വരുന്ന ഇതിൽ പ്രധാന കഥാപാത്രം മാൻഡ്രേക്കിൻ്റെ പല വില്ലന്മാരിൽ ഒരാളായിട്ട് വരുന്ന ആളാണ് ഈ ക്ലേ ക്യാമൽ എന്ന് പറയുന്നത്. ഇയാളൊരു ജാപ്പനീസ് പൗരത്വമുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജാപ്പനീസ് വ്യക്തിയാണ്. സാക്കി എന്നാണ് അയാളുടെ പേര്. ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും ആ രൂപത്തിലേക്ക് മാറാനായിട്ട് ഇയാൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ഇയാളുടേതായ റെക്സിൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട്, എന്തോ കെമിക്കലും ഒക്കെ ഉപയോഗിച്ചിട്ട് മറ്റു വ്യക്തികളുടെ മുഖംമൂടി ഇയാൾ പെട്ടെന്നുണ്ടാക്കും. എന്നിട്ട് ആ മുഖംമൂടി ധരിച്ചുകൊണ്ട്, അവരുടെ വേഷവും എടുത്ത് ധരിച്ചുകൊണ്ട് അയാളായിട്ടൊരു ക്രൈം നടത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇയാൾ മറ്റൊരാളായിട്ട് അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോകും. പോകുന്ന വഴിക്കൊരു പോലീസുകാരനോ ആരെങ്കിലും ഇയാളെ തടയുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ പോലീസുകാരനെ അടിച്ചിട്ടിട്ട് ആ പോലീസുകാരൻ്റെ മുഖംമൂടി ഉണ്ടാക്കി, പോലത്തെ മുഖംമൂടി ഉണ്ടാക്കി ധരിച്ചിട്ട്, പോലീസുകാരൻ്റെ വേഷം ധരിച്ചിട്ട് പോലീസുകാരൻ്റെ രൂപത്തിൽ പോവുക. ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതിനൊരു നേരത്തെ ഒരു ഫിലിം പോലത്തെ ഒരു സാധനമാണ് പുള്ളി ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഈ മുഖംമൂടി ഉണ്ടാക്കിയിട്ട് അത് മുഖത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ മാറി മറ്റേ ആളായിട്ട് മാറും. ഇങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് ഈ ക്ലേ ക്യാമൽ വരുന്നത്. അപ്പോൾ ഈ ക്ലേ ക്യാമൽ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് തസ്കരവീരനിലെ മമ്മൂട്ടിയുടെ വേഷം ചെയ്യുന്നത്. അതിൽ മധുസാറ് ചെയ്യുന്ന വേഷം എന്ന് പറഞ്ഞാൽ അറക്കളം പീലി എന്ന് പറഞ്ഞൊരു കള്ളനായിരുന്നു. പുള്ളി മുഖംമൂടി കള്ളനാണ്. പുള്ളിയുടെ കാലം കഴിഞ്ഞ് മകൻ രാജൻ പി ദേവും കൂടെ ചേർന്ന ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ അറക്കളം പീലി, മധുസാറ് ചെയ്യുന്ന വേഷം അയാൾ കൊല്ലപ്പെടുവാണ്. അതിൻ്റെ വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കൊച്ചുമകൻ അറക്കളം കൊച്ചു ബേബി എന്നാണ് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ അറക്കളം കൊച്ചു ബേബി പുള്ളി സ്മഗ്ലറായി വലിയ ഒത്തിരി പൈസയൊക്കെ സമ്പാദിച്ച് വലിയ ധനികനായിട്ട്, ഇതിനെല്ലാം വില്ലനായിട്ട് നിന്നിരുന്നത് ഇന്നസെൻ്റ് ചെയ്തൊരു കഥാപാത്രമാണ്. ഇന്നസെൻറ്റിനോട് പ്രതികാരം ചോദിക്കുന്നു ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ ഇന്നസെൻറ്റിൻ്റെ മകൻ സിദ്ദിഖ് ചെയ്യുന്ന വേഷമുണ്ട്. ആ സിദ്ദിഖിൻ്റെ വേഷത്തിൽ ഒരു മുഖംമൂടി സിദ്ദിഖിൻ്റെ പോലെ ഉണ്ടാക്കിയിട്ട് മുഖം കവർ ചെയ്ത് സിദ്ദിഖിനെ പോലെ അഭിനയിച്ചുകൊണ്ട് ഈ അച്ഛനായിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ അടുക്കൽ വന്ന് ഇയാൾ കുറേ കള്ളത്തരമൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഒരു സ്വർണ്ണക്കട്ടിയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന, കുറേ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ളൊരു സാധനമാണ്. ഇത് കഴിഞ്ഞിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഈ സിദ്ദിഖ് മുഖംമൂടി ഈ വശത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു പൊളിച്ചങ്ങോട്ട് കളയുമ്പോഴത്തേക്കും എടുത്ത് ദൂരത്തേക്കും കളയും. അങ്ങനെ കളയുമ്പോഴും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് തന്നെയാണ് ഈ ക്ലേ ക്യാമൽ എന്ന് പറഞ്ഞ മാൻഡ്രേക്കിൻ്റെ അകത്തെ കഥാപാത്രവും ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലേ ക്യാമൽ എന്ന് പറയുന്ന, അല്ലെ മാൻഡ്രേക്ക് ദ മജീഷ്യൻ എന്ന് പറയുന്ന കോമിക്ക് സിനിമാ നിർമ്മാണത്തിൽ എങ്ങനെ
ഡെന്നീസിന് സഹായകമായി എന്നുള്ള ഒരു വിഷയമുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2006 തോന്നുന്നു, ധൂം എന്ന് പറയുന്ന പടം ഹൃതിക് റോഷനൊക്കെ അഭിനയിച്ച, ഹൃതിക് റോഷൻ നായകനായിട്ട് വരുന്ന, അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റോയി അവരൊക്കെ അഭിനയിച്ചിരിക്കുന്ന പടമാണ് ധൂം. അതിൻ്റെ 2ാം ഭാഗം ഒരു സമർത്ഥനായിട്ടുള്ള കള്ളൻ്റെ കഥയാണത്. അതിൽ ധൂം 2 കള്ളനായിട്ട് വരുന്ന ഹൃതിക് റോഷൻ, ഇയാൾ ഒരു മരുപ്രദേശത്തൂടെ പോകുന്ന ഒരു ട്രെയിനിൽ ബ്രിട്ടീഷ് രാജ്ഞി രണ്ടാമത്തെ എലിസബത്ത് രാജ്ഞി അവരുടെ പേരമക്കളും ഒക്കെ ആയിട്ട് ഇതിൽ കൊച്ചുമക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് ഒരു ട്രെയിനിൽ വലിയ വിശാലമായിട്ടുള്ള രാജകീയമായിട്ടുള്ള ചക്രവർത്തിക്ക് യോജിച്ച രീതിയിലുള്ള ട്രെയിനിൽ ഇവർ സഞ്ചരിക്കുമ്പോൾ ഒരു സ്കൈ ഡൈവിങ് നടത്തിയിട്ട് ഇതിലെ വില്ലനായിട്ടുള്ള വില്ലനല്ല നായകനാണ് ഹൃതിക് റോഷൻ. പുള്ളി ഒരു സമർത്ഥനായിട്ടുള്ള കള്ളനാണ്. മിസ്റ്റർ എ എന്ന് പറയുന്ന പേരിൽ ഈ ക്ലേ ക്യാമിൽ ഒരു മോഷണം നടത്തുകയോ എന്തെങ്കിലും ഇതുപോലത്തെ പരിപാടികൾ ഒപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അതാണ് ഞാൻ പറഞ്ഞ പൊങ്ങച്ചമാണെന്ന് പറഞ്ഞത്. പുള്ളി അവിടെ ഇത് ഞാനാണ് ചെയ്തത് എന്ന് നാട്ടുകാരെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു ഒട്ടകത്തിൻ്റെ രൂപം അതുകൊണ്ട് ക്ലേ ക്യാമൽ എന്ന് പറയുന്ന പേര് തന്നെ കിട്ടുന്നത് അതുകൊണ്ടാണ്. പുള്ളി ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഈ കളിമണ്ണ് കൊണ്ടുള്ള ഒട്ടകത്തിൻ്റെ രൂപം അവിടെ വെച്ചിട്ട് പോകും എന്ന് പറയുന്ന പോലെ തന്നെ ഇയാൾ ഈ മിസ്റ്റർ എ എന്ന് പറയുന്ന ഹൃതിക് റോഷൻ ചെയ്യുന്ന വേഷം, പുള്ളിയും ഓരോ മോഷണമൊക്കെ നടത്തി കഴിയുമ്പോൾ അവിടെ പുള്ളി ആണിത് ചെയ്തത് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള എ, അതൊരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു എ അവിടെ തറച്ചു വെച്ചിട്ട് പുള്ളി പോകും. അങ്ങനെ ഈ ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഉള്ളിൽ പുള്ളി സ്കൈ ഡൈവിങ് നടത്തിയിട്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ബ്രിട്ടീഷ് മഹാരാജ്ഞിയുടെ ഈ എലിസബത്ത് രാജ്ഞിയുടെ വേഷത്തിൽ അവിടെ കയറി അവരുടെ വളരെ ഭദ്രമായിട്ടൊരു കിരീടം അവിടുന്ന് കൊണ്ടുപോവുകയാണ്, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കിരീടം ഇയാൾ മോഷ്ടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഇയാൾ ഇതിൽ നിന്ന് വളരെ സാഹസികമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നൊരു സംഭവം ആ പടത്തിൽ ധൂം 2 അതും കൃത്യമായിട്ട് ഈ ക്ലേ ക്യാമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവിടെ ഈ ക്ലേ ക്യാമലിൻ്റെ രൂപം വയ്ക്കുന്ന പോലെ തന്നെ ഇയാൾ ഈ എ എന്ന് പറയുന്ന സാധനം വയ്ക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്ത് വന്നതിന് ശേഷം പുള്ളി പറഞ്ഞ പോലെ ഈ മുഖത്തുനിന്ന് മുഖംമൂടി ഇങ്ങനെ വലിച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആ രൂപം ആ മുഖംമൂടി ഇങ്ങനെ മാറ്റി കഴിയുമ്പോഴാണ് മുഖമൊക്കെ ഒന്ന് കുറഞ്ഞ് ഇങ്ങനെ തലയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൃതിക് റോഷനായിട്ട് മാറുന്നത്. ഇത് ഞാനീ പറഞ്ഞ 2 ഉദാഹരണങ്ങളിൽ മാത്രമല്ല, ലോക സിനിമ, മലയാള സിനിമ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലത്തെ സീനുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ ക്ലേ ക്യാമൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് മാൻഡ്രേക്കിൻ്റെ കോമിക്സിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന 1942 മറ്റാണ്. അതായത് ഈ സിനിമകളൊക്കെ വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ വന്ന കഥാപാത്രമാണ് ഈ ക്ലേ ക്യാമൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന കൊച്ചിൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പടത്തിൽ വിജയലളിത ചെയ്ത വേഷം, ശരിക്ക് വിജയലളിത ചെയ്ത വേഷം വിജയലളിത മരിച്ച് അതിൻ്റെ അത് ഷീല നായികയായിട്ട് വരുന്നുണ്ട്, വിജയലളിതയുണ്ട്. ഈ വിജയലളിത ഒരു ദുഷ്ട കഥാപാത്രം അല്ലെങ്കിൽ കള്ളന്മാരുടെയൊക്കെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഷീലയാണെങ്കിൽ നസീറിൻ്റെ കാമുകി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വളരെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റായിട്ട് നിൽക്കുന്ന വളരെ നല്ല ഒരാളെന്നുള്ള മട്ടിൽ ഉള്ളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് അടുത്ത് വരുമ്പോൾ വിജയലളിത വെടികൊണ്ട് മരിക്കാറാകുമ്പോഴത്തേക്കും വിജയലളിത മുഖത്ത് ഈ മുഖംമൂടി പതുക്കെ ഇങ്ങനെ മാറ്റുമല്ലോ. എന്നിട്ട് പ്രേം നസീറുമായിട്ട് CID ഓഫീസറാണ് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഈ മുഖംമൂടി മാറ്റുമ്പോൾ ഇത് ഷീലയാണ് ഇതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളത്. ഷീല വിജയലളിതയുടെ മുഖംമൂടി രൂപം ധരിച്ചിട്ടാണ് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത്. അതും വ്യക്തമായിട്ട് ഈ ക്ലേ ക്യാമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കഥാപാത്രങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണല്ലോ. അപ്പം ഈ ഡെന്നീസ് പറഞ്ഞ ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ചൊരു ആലോചിക്കേണ്ട ഒരു വിഷയമായിരുന്നു. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഇത് വിശദമായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനത് കുറേ കൂടെ വിശദമായിട്ട് ഞാനത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഈ കോമിക്സ് വായിക്കുക എന്ന് പറയുന്നത് വളരെ പണ്ട് തുടങ്ങി വായിക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ കോമിക്സിലെ കഥകൾ, മാൻഡ്രയ്ക്ക്, ഫാൻഡം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ആശയമായിരുന്നു ചിത്രകാരന്മാർ വരയ്ക്കുന്ന വരകൾ, ലൈൻസ്, എഴുത്തുകാർ എഴുതുന്ന വരികൾ, അതും ലൈൻസ് തന്നെയാണ്. അതുപോലെ സംവിധായകർ വിഭാവനം ചെയ്യുന്ന അവർ വയ്ക്കുന്ന ഫ്രെയിംസ്, അങ്ങനെ വരികളിലൂടെയും ഫ്രെയിമുകളിലൂടെയും വരുന്ന കുറേയേറെ കഥാപാത്രങ്ങൾ സിനിമയെ എങ്ങനെ സ്വാധീനിച്ചു, അത് പൊതുജനത്തെ, ഇപ്പോൾ കാണികളെ, പ്രേക്ഷകരെ അല്ലെ വായനക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ആണ് എൻ്റെ ഒരു സ്റ്റഡിയുടെ വിഷയം. അതൊന്ന് പറയാവുന്നുള്ള എല്ലാവരുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ
വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.